തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കിയത് ചർച്ചയാകുന്നു. നമസ്കാരം. വായകീറിയ ദൈവം ഇരയും കൊടുക്കുമെന്ന് പറഞ്ഞാണ് വായുള്ള മക്കളെയെല്ലാം വരരുചി ഉപേക്ഷിച്ച് കളഞ്ഞത്. എന്നാൽ ഒടുവിൽ ജനിച്ച വായില്ലാ കുന്നിലപ്പനാകട്ടെ വായില്ലായിരുന്നു. വായില്ലെങ്കിൽ ഇരയും വേണ്ടെന്ന് പറഞ്ഞാണ് ആ കുട്ടിയെയും വരരുചി ഉപേക്ഷിച്ചത്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം ഇതാ വല്ലാതെ വായ കീറിപ്പോവുകയും ഏത് വിവാദം കിട്ടിയാലും വെറുതെ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഗോവിന്ദനെ വായടപ്പിച്ച് AKG സെന്ററിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ഗോവിന്ദൻ വായ തുറക്കരുത് എന്നാണത്രേ പാർട്ടിയുടെ കൽപ്പന. മറിമായത്തിലെ ഉണ്ണിയെപ്പോലെ നിഴല് നോക്കിയും നിലാവ് നോക്കിയും ചിരിക്കുന്ന ഗോവിന്ദൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വായ തുറന്നാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പാർട്ടിക്ക് നല്ലതുപോലെ മനസ്സിലായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെയെല്ലാം ഒരു പരുവമാക്കിയത് ഗോവിന്ദന്റെ നാക്കായിരുന്നു. ഏറ്റവും ഒടുവിൽ RSS ബന്ധം തുറന്നു പറഞ്ഞ് സ്വരാജിനെയും പോത്തുകലിൽ നിന്നും ചാടിച്ചു വിട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗോവിന്ദന്റെ പത്രസമ്മേളനങ്ങളൊന്നും കാണുന്നതേയില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങാനും അബദ്ധത്തിൽ പെട്ടുപോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, പിണറായി വീണ്ടും വരും എന്ന് മാത്രം പറയാനേ ഗോവിന്ദന് അവകാശമുള്ളൂ. മാർക്സിസത്തിലെ ഉണ്ണിയുടെ മറിമായം കാരണം പാർട്ടി വശം കെട്ടിരിക്കുകയാണ്. ഗോവിന്ദൻ പറയുന്നത് എന്താണെന്ന് ഗോവിന്ദനും അറിയില്ല, പാർട്ടിക്കും അറിയില്ല, മാധ്യമങ്ങൾക്ക് തീരെയും അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ശരിക്ക് കേൾക്കണമെന്നാണ് ഗോവിന്ദന്റെ പരാതി. എനിക്ക് ശേഷം ഭാര്യ എന്ന നിലയിലേക്ക് ഗോവിന്ദന്റെ നിലപാട് മാറിയതോടെ സെക്രട്ടറിയും പാർട്ടിയും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേപ്പറ്റി വല്ലതും ചോദിച്ചു പോയാൽ ഗോവിന്ദൻ ചിലപ്പോൾ വികാരാവേശത്താൽ വല്ലതും തള്ളുമെന്ന് പാർട്ടിക്കറിയാം. ഈ ഗോവിന്ദൻ കാരണമാണ് ഞങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരനും ശശിയും സുരേഷും മറ്റേ ഗോവിന്ദനുമെല്ലാം അപ്പുറത്തേക്ക് ചാടിയത്. ഇപ്പോൾ ഗോവിന്ദന് പകരം വാർത്താ സമ്മേളനം നടത്തുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവും ആസ്ഥാന ബുദ്ധിജീവിയുമായ M സ്വരാജ് സാറാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ നിലപാട് പറയേണ്ടതും ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതും പാർട്ടി സെക്രട്ടറിയാണ്. ഗോവിന്ദന്റെ തല മീനസൂര്യനെ കാണിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ മാത്രമാണ് ഗോവിന്ദൻ അവസാനമായി വാർത്താ സമ്മേളനം വിളിച്ചത്. ഗോവിന്ദനെ പാർട്ടി എവിടെയെങ്കിലും കൊണ്ടിറക്കും, അവിടെ സഖാക്കളെ ഉദ്ബോധിപ്പിക്കും. ആർക്കും ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവിടെ പ്രശ്നമില്ല. അതുപോലെയല്ലല്ലോ വാർത്താ സമ്മേളനം. കുറെ തലതെറിച്ച പിള്ളേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെങ്ങാനുമായിരുന്നു പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പുറത്ത് കടക്ക് എന്ന് ഈ മാധ്യമപ്രവർത്തകർ പറയുമായിരുന്നു. പിണറായി വിജയൻ എന്ന ഘടാഘടികനെ വരെ വരച്ച വരയിൽ കൊണ്ടു നിർത്തി വിറപ്പിച്ച് കളഞ്ഞു ഇന്നലെ. അപ്പോൾ പിന്നെ ഗോവിന്ദനെ അവര് വെച്ചേക്കുമോ? എന്തൊക്കെയായാലും കോമഡി ഗോവിന്ദന്റെ സ്റ്റാൻഡപ്പ് കോമഡി കേൾക്കാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിലാണ് ഇപ്പോൾ മലയാളികൾ. ഇത് കേട്ടാൽ തോന്നും സ്വരാജ് വന്ന് വിപ്ലവത്തിന്റെ മല മറിക്കാൻ പോവുകയാണെന്ന്. സ്വന്തം വാർഡായ പോത്തുകലിൽ ആർക്കും വേണ്ടാത്ത മുതലാണ് കേരളത്തിലെ കമ്മ്യൂണിസത്തെ ഉദ്ബോധിപ്പിക്കാൻ പോകുന്നത്. ഇത്രയും മിടുക്കനായ പണ്ഡിതനെ എന്നാ പിന്നെ പാർട്ടി എന്താ എങ്ങും മത്സരിപ്പിക്കാതിരുന്നത്? സ്വരാജ് എന്താ സ്വയം അങ്ങ് പിന്മാറിയത്? ഗോവിന്ദൻ മൊണാലിസയുടെ കല്യാണവും വേടന്റെ കല്യാണവും നടത്തി കാരണവരുടെ എല്ലാ ബാധ്യത നിർവഹിച്ചു. പക്ഷേ സാക്ഷാൽ അയ്യപ്പന്റെ കല്യാണം നടത്തിക്കൊടുത്ത ശ്രേഷ്ഠനായ ഒരു മഹാപുരുഷാവതാരമാണല്ലോ M സ്വരാജ്. തെരഞ്ഞെടുപ്പ് എന്ന ഭൂലോക ദുരന്ത സമയത്ത് ഗോവിന്ദന്റെ കോമഡി വേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടി അത്ര മോശമൊന്നുമല്ല. മ്യൂസിയം ബാലനും ചിറ്റപ്പനുമൊക്കെ വായവിലക്കാണെന്ന് തോന്നുന്നു. ഇനി വിജയരാഘവന്റെ വായിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. AK ബാലനും വീട്ടിലിരുന്നാൽ മതി. AKG സെന്ററിന്റെ 7 അയലത്ത് പ്രവേശിച്ചു പോകരുതെന്നാണ് പാർട്ടിയുടെ ഭീഷണി. ബാലൻ പണ്ടൊരു പ്രചാരണത്തിനിറങ്ങി നീരാളിയെയും മരപ്പെട്ടിയെയും ഒക്കെ പാർട്ടി ചിഹ്നമാക്കിയത് ഓർക്കുന്നില്ലേ? പിണറായിയുടെ രക്ഷകനായി എപ്പോൾ വേണമെങ്കിലും ബാലൻ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഉണ്ടംപൊരി ചിറ്റപ്പനോടും വായ തുറക്കരുതെന്ന് പാർട്ടി പറഞ്ഞു കാണുമോ എന്തോ? വായ തുറക്കുന്നവൻ്റെയൊക്കെ വായിലിടുന്ന ആരോപണങ്ങളുമായി സുധാകർജി കത്തിക്കയറുന്നതിനാൽ സജി ചെറിയാൻ പോലും ഇപ്പോൾ മിണ്ടുന്നില്ല. ഇനി നമുക്ക് വിജയരാഘവനിലാണ് ഏറെ പ്രതീക്ഷയുള്ളത്. ചാരുതയാർന്ന ചെറ്റത്തരങ്ങൾ എന്ന വൈജ്ഞാനിക ഗ്രന്ഥം എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം. ഇനി ഗോവിന്ദന് പകരം സ്വരാജ് വാർത്താ സമ്മേളനം നടത്തിയാൽ പാർട്ടി രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഗോവിന്ദൻ മാഷായതുകൊണ്ട് താത്വികമായ വിഡ്ഢിത്തരങ്ങൾ പറയും. സ്വരാജ് പണ്ഡിത മൂഢനായതിനാൽ ചതുരവടിവിൽ മണ്ടത്തരം പറയും. വ്യത്യാസം അതുമാത്രമേ ഉള്ളൂ. എന്തൊരവസ്ഥയിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോകുന്നതെന്ന് നോക്കൂ. ഈ യുദ്ധത്തിൻ്റെയും ഗ്യാസ് ക്ഷാമത്തിൻ്റെയും മീനച്ചൂടിൻ്റെയും ഇടയിൽ ഇത്തിരിയെങ്കിലും ആശ്വാസം നൽകിയിരുന്നത് ഗോവിന്ദന്റെ വളിച്ച തമാശകൾ മാത്രമായിരുന്നു. അതും ഗോവിന്ദ. ചുരുക്കത്തിൽ ഗോവിന്ദൻ ഒരു വകയ്ക്ക് കൊള്ളരുതാത്ത വിപ്ലവകാരിയാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതിക്ക് ബോധ്യമായിരിക്കുന്നു.
പൊട്ടത്തരവും വിവരദോഷങ്ങളും പറയുന്ന പണിയിൽ നിന്നും മാറ്റി നിർത്തി എന്നേ ഉള്ളൂ. ഗോവിന്ദന്റെ അസ്തിത്വം പാർട്ടിയിൽ അതേപടി നിലനിൽക്കുകയാണ്. എവിടെ ചെന്നാലും ഗോവിന്ദൻ അപ്പക്കഥ വിടുന്ന മട്ടല്ല. 39 ട്രെയിൻ അങ്ങോട്ട്, അത്രയും തന്നെ ഇങ്ങോട്ട്. പാർട്ടി സെക്രട്ടറി ഒരു മണക്കൂസായി പോയല്ലോ എന്ന് കേഡറുകൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി. പക്ഷേ ചുമക്കുക എന്ന ഗതികെട്ട നിയോഗത്തിൽ നിന്നും ഇവറ്റകൾക്ക് മോചനമില്ല. ഈ പാർട്ടിക്ക് എല്ലാം അറിയാം. പ്രസ്ഥാനത്തിന്റെ ഉത്തരവും കഴുക്കോലും വലിച്ചു വരുന്നവരെ പറ്റിയൊക്കെ അറിയാം. അത് പക്ഷേ ബോധ്യപ്പെടാൻ കുറെ കാലമെടുക്കുമെന്ന് മാത്രം. പിണറായിയുടെ ഹുങ്കും ധൂർത്തും അഴിമതിയും ധിക്കാരവും എപ്പോഴൊക്കെ സമൂഹം ചർച്ച ചെയ്തോ അപ്പോഴൊക്കെ യജമാനന്റെ കിങ്കരന്മാരെ പോലെ ചാടി വീഴാൻ എത്ര എണ്ണമായിരുന്നു. അവറ്റകളെയെല്ലാം വെറും പോഴന്മാരായി കണ്ട് ജനം വിധി എഴുതി. ബാലനും ഗോവിന്ദനും ജയരാജന്മാരും ചാനൽ ചാവേറുകളും മന്ത്രിമാരും എല്ലാം കൂടി പിണറായി വിജയനെ പൊക്കിയെടുത്ത് സ്വന്തമായി ഒരു വൈകുണ്ഠമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. അധികാരത്തിന്റെ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന പിണറായി വിജയനോട് മനുഷ്യനാകാൻ മാത്രം പാർട്ടി പറഞ്ഞു കൊടുത്തില്ല. പകരം പാട്ടിലൂടെ നാട്ടുകാരെ മുഴുവൻ മനുഷ്യരാകണമെന്ന് ഉത്ബോധിപ്പിച്ചു. മൂലോകവും കീഴടക്കാൻ ദാരികൻ അട്ടഹസിച്ച് നടന്നതുപോലെ പിണറായി എല്ലാ നെറുകേടുകളെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. കമ്മികൾ ചെയ്യുന്ന എന്ത് ചെറ്റത്തരങ്ങളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ചിലത് കണ്ടില്ലെന്ന് നടിച്ചു. ഒരാളോടും അരുതെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ചിലതെല്ലാം പിടികിട്ടി എന്ന് നമ്മൾ കരുതുന്നത് വെറുതെയാണ്. വിടുവായത്തത്തിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറിക്ക് വരെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്ന ഗതികേട് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? പാർട്ടി നിലപാട് പറയാൻ കൊച്ചുമകന്റെ പ്രായമുള്ള ഒരുത്തനെ ചുമതലപ്പെടുത്തുക, എന്തോന്ന് നിലപാടാണ് ഈ പാർട്ടിക്കുള്ളത്? 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കും ഇവറ്റകൾ. SDPIക്കാരൻ്റെ വോട്ട് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് പാർട്ടി കണ്ടെത്തി. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് UDF വാങ്ങുന്നത് മഹാ അപരാധമാണ് താനും. എന്ത് നിലപാടാണ് ഈ പാർട്ടിക്കുള്ളത്? ഏത് വിഷയത്തിലാണുള്ളത്? ഓന്തുകൾ പോലും ഈ പാർട്ടിയോടാണ് തോറ്റു തുന്നം പാടിയിട്ടുള്ളത്. വീണ്ടും വരാൻ കച്ചകെട്ടി കൈമണി കൊട്ടി കാത്തിരിക്കുകയാണ് പാർട്ടി. ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. 2ാം പിണറായി വന്ന ശേഷം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി ഗുണം പിടിച്ചിട്ടുണ്ടോ? ആത്മവിശ്വാസമൊക്കെ വളരെ നല്ലതാണ്, തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഗോവിന്ദന്റെ അവസ്ഥ അതിദയനീയമായിരിക്കും. തലയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന കോമഡികളെല്ലാം കൂടി പുറത്തു ചാടാനാകാതെ കുന്തിളിക്കും. മാഷ് കാട്ടുപറമ്പൻ മന്ത്രവാദിയുടെ അവസ്ഥയിലാകും ഒടുവിൽ. ഡോക്ടർ സണ്ണിയും ബ്രഹ്മദത്തൻ നമ്പൂതിരിയും കൂടി ചേർന്നുള്ള ഒരു മന്ത്രവാദ സൈക്കോളജിക്കൽ മൂവ് കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ ഗോവിന്ദനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന് നകുലനെ പോലെ പിണറായി പറയുമെന്ന് ആരും വിചാരിക്കരുത്. കാരണം അമേരിക്കയിലൊന്നും മാർക്സിസ്റ്റുകാരെ ബാധിക്കുന്ന സൈദ്ധാന്തികോന്മാദ വിക്രീഡിതങ്ങൾക്ക് മരുന്നില്ല.